Hello friends and welcome back to your channel House to Home. അപ്പോൾ സ്കൂളും കോളേജും ഓഫീസും ഒക്കെ ലീവാണ്. ഇപ്പം പുറത്തും കടകളൊന്നും ഇല്ല. ചായയും കുടിക്കുമ്പം കുറച്ച് സ്നാക്സ് അതും ക്രിസ്പി ആയിട്ട് കഴിക്കാൻ എല്ലാവർക്കും തോന്നുന്ന ഒരു അവസ്ഥയിലാണല്ലേ. അപ്പം അങ്ങനെ ഉള്ളപ്പം വീട്ടിലുള്ള സാധനങ്ങളെ തന്നെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ക്രിസ്പി പൊട്ടറ്റോ പോപ്കോൺ ആയിട്ടാണ് ഞാനിപ്പം വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് വേഗം വീഡിയോയിൽ പോയിട്ട് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കണ്ടിട്ട് വരാം. അപ്പോൾ നമ്മൾ പോപ്കോൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 പൊട്ടറ്റോസ് ആണ്. ഇതിനെ വേവിച്ചിട്ട് തൊലിയെല്ലാം മാറ്റി കളഞ്ഞിട്ട് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല, അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. എന്നിട്ട് ഇതിനെ കയ്യിനെ കൊണ്ട് നമുക്ക് സ്മാഷ് ചെയ്തെടുക്കാം. അപ്പം പൊട്ടറ്റോ നല്ല സോഫ്റ്റായിട്ട് നമ്മളിപ്പോൾ സ്മാഷ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ആദ്യം. ഇനി ഇതിലേക്ക് ഒരു സവാള നല്ലപോലെ ഫൈനായിട്ട് ചോപ്പ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. സവാളയുടെ അളവ് കൂടിയാലും കുഴപ്പമൊന്നുമില്ല, അതൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചേർത്തരച്ച പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു പച്ചമുളകിനെ നല്ലപോലെ ഫൈനായിട്ട് ചോപ്പ് ചെയ്തിട്ട് അതിനെയും കൂടെ ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും മല്ലിയിലയും കൂടിയിട്ട് ചോപ്പ് ചെയ്ത് അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് എരിവിന് ആവശ്യമുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ പച്ചമുളക് സ്കിപ്പ് ചെയ്തിട്ട് മുളക് പൊടി മാത്രം അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി. കുറച്ച് പെപ്പർ ചേർത്ത് കൊടുക്കാം. മിക്സ്ഡ് ഹെർബ്സ് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ മിക്സ്ഡ് ഹെർബ്സ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്തോളൂ, ഇത് ഓപ്ഷണലാണ്. പക്ഷേ ഇത് ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർക്കുമ്പോൾ കുറച്ച് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. 1 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കാം. റവ ചേർക്കുന്നതും ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി വെള്ളമൊന്നും ചേർക്കാണ്ട് തന്നെ നമ്മൾ കയ്യിനെ കൊണ്ട് ഇതിനെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല. വെള്ളം ഉണ്ടെങ്കിൽ ഒരുപാട് എണ്ണ ഇങ്ങനെ പിടിച്ച് വരും, അതുകൊണ്ട് വെള്ളം ചേർക്കണ്ട. അപ്പം നല്ല ഒരു ഡൗ കൺസിസ്റ്റൻസിയിൽ നമ്മളിതിനെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. തൊട്ട് നോക്കിയാൽ ഇങ്ങനെ നല്ല സോഫ്റ്റ് ആയിരിക്കണം കേട്ടോ. ഓക്കെ, ഇപ്പം ഇത് റെഡിയായി. നമുക്ക് ഒരു കടായിൽ ഇനി എണ്ണ തിളപ്പിക്കാം. എണ്ണ നല്ല ചൂടായതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചെറിയ ചെറിയ പോർഷൻസ് ആയിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്ന പൊട്ടറ്റോ മിക്സിന് ഇട്ട് കൊടുക്കാം. നല്ല ചൂടായ എണ്ണയിൽ വേണം ഇത് ഇടാൻ വേണ്ടിയിട്ട്. ഇട്ടതിന് ശേഷം നല്ല മീഡിയം ടു ലോ ഫ്ലെയിമിൽ മെയിൻറ്റെയിൻ ചെയ്ത് കുക്ക് ചെയ്താൽ മതി. അല്ലെങ്കിൽ അകത്ത് കുക്കാവൂല, പുറത്തിങ്ങനെ നല്ല ബ്രൗൺ ആയിട്ട് വന്ന് കിട്ടും. അതുകൊണ്ട് മീഡിയം അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യുക. ഏതാണ്ട് ഒരു 2 to 3 മിനിറ്റ്സിനകം ഇത് കുക്കായി കിട്ടുന്നതായിരിക്കും. ഒരു സൈഡ് കുക്കായതിനു ശേഷം തിരിച്ചിട്ടിട്ട് ബാറ്റ സൈഡും കൂടെ അങ്ങ് കുക്ക് ചെയ്തെടുക്കുക. നല്ല ഗോൾഡൻ ബ്രൗൺ വരുന്നവരെ നമുക്കിതിനെ ഫ്രൈ ചെയ്തിട്ട് മാറ്റിയെടുക്കാം. അപ്പം ഇതിൻ്റെ കൂടെ സോസ് ഒഴിച്ച് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ വെറുതെ ചായയുടെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഈ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ എന്തായാലും മറക്കരുത്. അപ്പോൾ വീണ്ടും ഒരു ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് നിങ്ങളെ ഞാൻ കാണാൻ വരാം. താങ്ക്സ് ഫോർ വാച്ചിങ് ഹൗസ് ടു ഹോം.